ഇല്ല ഇല്ല വിട്ടുതരില്ല. 4.5 ഏക്കർ വിട്ടുതരില്ല. ഇല്ല ഇല്ല വിട്ടുതരില്ല. 4.5 ഏക്കർ വിട്ടുതരില്ല. എനിക്ക് പെൻഷൻ വാങ്ങാൻ പോണ്ട. ഈ സ്ഥലത്തിന്റെ ആര് തീരുമാനം ഉണ്ടാക്കാൻ അച്ഛമ്മേനെ എവിടെയും വിടത്തില്ല. പ്രകാശം പറയുന്ന സ്ഥലം വിൽക്കാൻ, നീ പറയുന്ന സ്ഥലം വിൽക്കരുതെന്ന് ഞാൻ എന്ത് ചെയ്യണം? അച്ഛമ്മ സ്ഥലം വിൽക്കണം നിങ്ങൾ തീരുമാനിക്കണം. ഞാൻ സ്ഥലം വിൽക്കാൻ തന്നെ തീരുമാനിച്ചു. ഇതിന് പല ഭവിഷ്യത്തും ഉണ്ടോ അച്ഛമ്മ ഓർത്ത് വെച്ചോ. അത് നീ എന്റെ അച്ഛനോട് പോയി പറയടാ. അച്ഛനോട് വേണ്ടൊന്നും ഒരു കാര്യമില്ല. ഇതിനൊരു തീരുമാനം അച്ഛമ്മ വേണം എടുക്കാൻ. എന്നാലേ സ്ഥലം വിൽക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. എന്നാ അച്ഛമ്മ ഒരു ജന്മം കൂടെ ജനിക്കേണ്ടി വരും. അത്രയ്ക്കായോ? അത്രയ്ക്കായി. എന്നാലേ ഈ ജന്മത്തിൽ തന്നെ ഞാൻ ഈ സ്ഥലം വിൽക്കും. എന്നാ അച്ഛമ്മ ഒരുപാട് പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും കേട്ടോ. ഒരുപാട് പ്രത്യാഘാതങ്ങൾ നേരിട്ടാണ് സരസ്വതി അമ്മ ഇവിടം വരെ എത്തിയത്. അങ്ങോട്ട് മാറി നിക്കടാ. അങ്ങോട്ട് അച്ഛമ്മ മാറി നിക്കേ. ഈ സ്ഥലത്തിന്റെ ആര് തീരുമാനം ഉണ്ടാക്കാൻ അച്ഛമ്മ ഞാൻ എങ്ങോട്ടും വിടില്ല. എങ്ങോട്ടും പോകില്ല. നാലര ഏക്കർ ഞാൻ എന്റെ ഡെഡ് ബോഡിയുടെ മളികൂടെ അച്ഛൻ പോകേണ്ടി വരും. 4.5 ഏക്കർ വിൽക്കാതിരിക്കാൻ വേണ്ടി അച്ഛമ്മേനെ ചവിട്ടി കൊന്നാലും ഞാൻ ഇവിടുന്ന് മാറൂല. ഇത് വിപ്ലവത്തിന്റെ ശക്തിയാണ് അച്ഛമ്മ. അച്ഛമ്മയ്ക്ക് തോൽപ്പിക്കാനാവില്ല. എന്റെ പ്രായം ഇതായി പോയി. അല്ലെങ്കിൽ ഞാൻ നിന്നെ ചവിട്ടിക്കൂട്ടി പുറത്തിറങ്ങാനെ. നമ്മുടെ കാരണവന്മാര് കഷ്ടപ്പെട്ട് പൊരുതി ഉണ്ടാക്കിയ മണ്ണ. അച്ഛമ്മക്ക് ഇത് വിൽക്കാൻ എങ്ങനെ തോന്നുന്നു? നിന്റെ അച്ഛനെ ഞാൻ വാക്ക് കൊടുത്തു പോയി. ഇനി ഞാൻ വാക്ക് മാറ്റൂല. മാറ്റി പറയണം അച്ഛമ്മ. ഞാൻ കിണറ്റി ചാടിച്ചാവും. പോയി കെടുത്ത് ചാറേർക്കാം. ഇല്ല ഇല്ല വിട്ടു തരില്ല. 4.5 ഏക്കർ വിട്ടു തരില്ല. ഇല്ല ഇല്ല തരില്ല. 4.5 ഏക്കർ വിട്ടു തരില്ല. ഇല്ല ഇല്ല വിട്ടു തരില്ല. ഞാൻ ഉറപ്പാണ് കഴിച്ചാടും. ഞാൻ കഴിച്ചാടും. ശവത്തിന്റെ മളി കൂടെ പോയാൽ ഞാൻ വിട്ടു തരും. ഇല്ല ഇല്ല എന്നെ ചവിട്ടി എന്നെ കൊന്നിട്ട് അച്ഛൻ നോക്കോ. ഇല്ല ഞാൻ ഇവിടുന്ന് മാറൂല. ഞാൻ മാറൂല അച്ഛമ്മ. ഞാൻ മാറൂലെന്ന് പറഞ്ഞാൽ മാറൂല. എന്റെ ഡെഡ് ബോഡി അച്ഛമ്മ കാണും. അച്ഛമ്മക്ക് എന്റെ ഡെഡ് ബോഡി കാണണം. അച്ഛമ്മക്ക് എന്റെ ഡെഡ് ബോഡി കാണണം. എന്നെ കാലിയതോട് അച്ഛമ്മയുടെ ബി.പി കൂടും. അയ്യോ അമ്മ അച്ഛ വിട്. ഇല്ല ഞാൻ മാറി തരത്തില്ല. ഞാൻ മാറൂലെന്ന് പറഞ്ഞാൽ മാറൂല. അച്ഛമ്മ അച്ഛമ്മ നാളെ നാട്ടുകാര് ഞാൻ മാറൂല. അച്ഛമ്മ നടക്ക്. ഒന്ന് സമാധാനപ്പെടും. എന്തിനാ വെറുതെ അച്ഛനെ പൈസ ഇല്ല വെറുതെ സ്ഥലം വിൽക്കുന്നതിനാ. മധുവിന്റെ കല്യാണം, കൃഷ്ണയുടെ കല്യാണം. അയ്യോ പോലെ ഇല്ല. ഇതെന്തോ ചെറുക്കനാ. സെന്റിന് 3 ലക്ഷം. അപ്പൊ ഏക്കറിന് 3 കോടി. 4 ഏക്കറിന് 12 കോടി. അര ഏക്കറിന് 1.5 കോടി. 13.5 കോടി. 13 കോടി രൂപ. അത് മാത്രോ ഒരു 5 സ്റ്റാർ വില്ല അതിന്റെ കൂടെ. എന്നാ നിങ്ങൾക്ക് സെന്റിന് 4 ലക്ഷം വെച്ച് പറയായിരുന്നു. അത്യാർത്ഥി പാടില്ല. അവിടെ 1 ലക്ഷം പോലും വിലയില്ലാത്ത സ്ഥലവാ. ഞാൻ ഈ മാറുടെ പ്രതി പറ്റിച്ചല്ലേ 3 ലക്ഷത്തിന് വിൽക്കുന്നത്. ഇത് തന്നെ അധികം വന്നേ. നമ്മള് വിചാരിച്ച പോലെ കാര്യം നടക്കും. 13.5 കോടി കിട്ടിയിട്ട് വേണം എനിക്ക്. അടിച്ച് പൊളിക്കും ഞാൻ. അയ്യോ സമാധാനപരമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്ന. അച്ഛൻ വെറുതെ കയറി മോട ഉണ്ടാക്കരുത്. നിന്നെ ആരാ സേവ് ചെയ്യാൻ വരുന്നത് നോക്കട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞ എന്റെ മോൻ അനുസരിക്കുവോ? എന്റെ അമ്മ എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ അനുസരിക്കും. തൽക്കാലം ഞാൻ ഇത് വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. അമ്മയല്ലേ വിൽക്കാന്ന് പറഞ്ഞത് സമ്മതിച്ചത്. ആ സമ്മതം അച്ഛമ്മ അങ്ങ് മാറ്റി. നീ ഇതിനൊക്കെ കാരണം. ഞാൻ അങ്ങനെ കാരണം? അച്ഛനല്ലേ കാരണം. ഞാൻ എങ്ങനെയാണ് കാരണമാവുന്നേ? സ്ഥലം വിൽക്കാൻ വേണ്ടി നടന്ന അച്ഛൻ, അതാണ് കാരണം. അതെങ്ങനെയാണ് കാരണമാവുന്നേ? പിന്നെ അതല്ലേ കാരണം. അമ്മ ഒരു വാക്ക് പറഞ്ഞാൽ ഞാൻ പാലിക്കണമായിരുന്നു. അമ്മ അത് തെറ്റായി പോയി. ഇവൻ ഒറ്റടുത്തേ ഇതിനൊക്കെ കാരണം. ഞാൻ അങ്ങനെ കാരണമാവുന്നത് ഇതൊന്ന് പറഞ്ഞോട്. ഞാൻ അങ്ങനെ കാരണമാവുന്നത് നീ തന്നെയാണ് കാരണം. നീ അമ്മയെ പറഞ്ഞ് മനസ്സ് മാറ്റിച്ചത്. മനസ്സ് മാറ്റതല്ല, അച്ഛമ്മയ്ക്ക് ബോധം തെളിഞ്ഞു. അച്ഛമ്മയ്ക്ക് ബോധം തെളിയാൻ പണ്ടേ ബോധം ഉള്ളതാ. എന്റെ അമ്മയാ. നീ അങ്ങനെ ഒരുപാട് പൊക്കി പറഞ്ഞിട്ടേ ബാക്കിയുള്ളവരെ പൊട്ടന്മാരാക്കാൻ നിൽക്കട്ടെ. എന്തായാലും മാർവാടിക്ക് സ്ഥലം കിട്ടാൻ പോണില്ല. മാർവാടിക്ക് സ്ഥലം കിട്ടും. അമ്മ മനസ്സ് മാറ്റും. ഞങ്ങൾ വിൽക്കും. ഇല്ല പറ. ഞാനേ വിക്കില്ലടാ, വിക്കില്ല. അമ്മ ഒരു എന്നെ പൊട്ടനാക്കരുത് കേട്ടോ. എന്റെ അവസ്ഥ എന്താണെന്നറിയാവോ? ഈ സ്ഥലം വിറ്റില്ലെന്നുണ്ടെങ്കിൽ മാർവാടി വന്ന് എന്നെ കൊന്നു കളയും. അതൊക്കെ നിന്റെ കാര്യം. എടാ ഞാനിത് തൽക്കാലം വിൽക്കാൻ തീരുമാനിച്ചിട്ടില്ല. നീ എന്താന്ന് വെച്ചാ ചെയ്തു. ഇതൊക്കെ ഞാൻ കൊറേ കണ്ടിട്ടുള്ള. നീ അങ്ങോട്ട് പോയി ചാവടാ. അമ്മ ഞാൻ ചാവും. നമുക്ക് പ്രകാശേട്ടനെ കാട്ടി വലുത് സ്വത്താന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ. ഞാൻ ആത്മഹത്യ ചെയ്തിട്ട് എന്റെ ശവം പോലും ഞാൻ അമ്മയെ കൊണ്ട് കാണിക്കത്തില്ല. ഇതൊക്കെ ഞാൻ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ള. അമ്മ ഈ ഞാർവാലിയൊന്നും ഉണ്ടാവത്തില്ല അമ്മയ്ക്ക്. ഞാനുണ്ടോ വിടറി. ഞാൻ എവിടെയെങ്കിലും പോയി തോലട്ടെ. നീ ചത്താലും കൊള്ളാം, ജീവിച്ചാലും കൊള്ളാം. ഇത് തൽക്കാലം ഞാൻ വിൽക്കത്തില്ല. അമ്മ ഒന്ന് പറയാം. അമ്മേ അവൻ എന്ത് കാണിക്കാനാ? അവനൊന്നും കാണിക്കത്തൊന്നുമില്ല.
അയ്യോ പ്രകാശേട്ടാ കടുങ്കയൊന്നും കാണിക്കല്ലേ. നിനക്കെങ്കിലും പൂർവികരെ പറ്റി ചിന്തയുണ്ടല്ലോ. ഈ കാണുന്നതൊക്കെ നിങ്ങളുടെ തലമുറകൾക്കുള്ളതാ. അച്ഛമ്മേ എന്നാലേ ആ പൂർവികരുടെ സ്വത്തൊക്കെ ഇങ്ങ് എഴുതി താനിക്ക്. അയ്യടാ, ആദ്യം പോയി സർക്കാർ ജോലി വാങ്ങ്, എന്നിട്ട് ആലോചിക്കാം എഴുതണോ വേണ്ടയോ എന്ന് കേട്ടാ. അച്ഛമ്മേ ആ, പോടാ. അച്ഛമ്മേ ഒരു ഇഷ്ടമില്ല. നിങ്ങൾ ഇങ്ങനെ വിഷമിക്കൊന്നും വേണ്ട. അമ്മയുടെ കാലശേഷം ഈ സ്വത്തെല്ലാം നമുക്ക് തന്നെയല്ലേ. നിങ്ങൾ മൂന്നെണ്ണം എവിടെ പോയതാ? ഞങ്ങൾ അവിടെ പറമ്പൊക്കെ കാണാൻ വേണ്ടിട്ട് ചുമ്മാ. ഇങ്ങനെ കണ്ട ആൾക്കാരെ വായി നോക്കാൻ വേണ്ടി തെണ്ടി തിരിഞ്ഞ് നടന്നോളൂ. വായ നോക്കാൻ അവിടെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ചെരുപ്പ് എങ്ങനെയാടി പൊട്ടിയേ? നടന്നു വന്നപ്പോ പൊട്ടിപ്പോയി. ഇത് മേടിച്ചിട്ട് അധികമായോ? ഇത് പൊന്നമ്മ ചെരുപ്പായ പൊട്ടും. അച്ഛനൊരു വിഷമം. അച്ഛന് ഒരു വിഷമമില്ല. എന്തോ വിഷമം ഉണ്ടല്ലോ. എന്താ അച്ഛ വിഷമം? അമ്മ നോക്ക പറമ്പ് വെക്കണ്ട, വില്ലയും വേണ്ട. നിന്നോട് കേറി പോവാൻ ഇനി പ്രത്യേകം പറയണോ? ഞാൻ പോയിക്കോളാം. അച്ഛാ ശരിക്കും അച്ഛന് പറ്റിയേ? വേണ്ട, ഞാൻ പൊക്കോളാം. പ്രകാശേട്ടാ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കല്ല. എന്തെങ്കിലും ഒന്ന് പറ. മിണ്ടാതിരിക്കുമ്പോ എനിക്ക് എത്ര ടെൻഷൻ ആവും? മിണ്ടെന്തെങ്കിലും. അല്ല പിന്നെ ഞാൻ ഇപ്പൊ കേറി പോവേ. നിങ്ങൾ ഇങ്ങനെ കരയല്ല, നമുക്ക് വേറെ പ്ലാൻ ഉണ്ടാക്കാം. അല്ല ഞാൻ സഹായിക്കാം. വേണ്ട വേണ്ട, അവിടെ കിടന്ന് കരി.